ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ ദിവസത്തിൻ്റെ ശേഷം ഒരു വ്ളോഗ് ഇട്ടതാണ്. ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വോട്ട് ചെയ്യാനും. 9-ാം തീയതി വോട്ടില്ലേനോ നാട്ടിൽ. അപ്പോൾ വോട്ടും ചെയ്യണേനും പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടേനു. മക്കളെ ബർത്ത് സർട്ടിഫിക്കറ്റെല്ലാം ഒന്ന് ശരിയാക്കണ്ടുണ്ടേനു. അതിൽ പേരിലെല്ലാം ചെറിയ പ്രോബ്ലംസ് വന്നിനേനു. മക്കളെ പേരിലല്ല, പേരൻസിൻ്റെ നമ്മളെ പേരിൽ. അങ്ങനെ അതും ശരിയാക്കണ്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങളുണ്ടേനു. അപ്പം ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ തലേന്ന് ഒന്ന് ഡിമാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. മക്കൾക്ക് വേണ്ടുന്ന ചോക്ലേറ്റ് അത് ഇത് കുറേ സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് പിന്നെ പാക്കിങ് എന്ന് പറയാനൊന്നുമില്ല. നാല് ദിവസമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, 2 ദിവസം ട്രെയിനിലും. അങ്ങനെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. 10-ാം തീയതി ഇങ്ങോട്ടേക്ക് വന്നിനി നാട്ടിൽ നിന്ന്. അപ്പോൾ നാട്ടിൽ പോകുന്നതിൻ്റെ തലേന്ന് ഞാൻ എൻ്റെ ഡ്രസ്സ് കുറച്ച് ബാഗ് ഞാൻ വലുതെടുത്തത് തന്നെ. കാരണം എനിക്ക് നാട്ടിൽ നിന്ന് പുട്ടുപൊടിയും അരിപ്പൊടിയും തേങ്ങയൊക്കെ കൊണ്ടുവരണം. അതുകൊണ്ട് എക്സ്ട്രാ ബാഗ് വെക്കും എപ്പോഴും. പിന്നെ നമ്മളെ പൗച്ചിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണ് ഇതൊക്കെ. പെപ്പർ സ്പ്രേ, നവ്യൻ്റെ ഫേസ് ക്രീം, ബ്രഷ്, പേസ്റ്റ്, ഒരു ബ്ലൂ ലേഡീൻ്റെ ഒരു സ്പ്രേ ഉണ്ട്, അത് ഫേസ് വാഷ്. അപ്പം അതിൻ്റെ നടുക്കെല്ലാം ഒരാൾ വന്നിട്ടിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടാ. എന്ത് പണി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കിൽ ചോട്ടും ഇല്ലാണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പൗച്ചിലുള്ളതെല്ലാം എടുത്തിട്ട് ഞാൻ ഒരു ബാഗും ഒരു കയ്യിൽ പിടിക്കുന്നൊരു ബാഗുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പൗച്ചിൽ. പിന്നെ നമുക്ക് മേക്കപ്പ് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് കണ്ണിലിടും എപ്പെങ്കും. പിന്നെ സൺസ്ക്രീം, ലിപ് ബാം, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ പാക്കിംഗ് ആക്കുന്നതും എടുത്ത് പുറത്തിടുമ്പോഴും എല്ലാം ചോട്ടു കൂടെ തന്നെ എല്ലാത്തിനും ഉണ്ടാവും. പിന്നെ വൈപ്സ്, ഫേസിൻ്റേത്, അങ്ങനത്തെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ശനിയാഴ്ച രാത്രിയേനും നമ്മൾ ഇവിടുന്ന് പോയത് നാട്ടിലോട്ട്. ഞാനും എൻ്റെ ഏട്ടൻ്റെ വൈഫും കൂടി പോയതാണ്. 4-ാം തീയതി പോയി 10-ാം തീയതി മടങ്ങി വന്നു. 10-ാം തീയതിൻ്റെ ടിക്കറ്റ് റിട്ടേൺ എടുത്ത്. അങ്ങനെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പോയി വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ പിന്നെ ക്ലിപ്പ് വഗേര എല്ലാം അറിയാമല്ലോ. നാട്ടിലെല്ലാം പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണം അതൊക്കെ എടുത്തു. ഇവിടുന്ന് രാത്രി 10:50 ട്രെയിനിൽ കയറിയിട്ട് നാട്ടിലെത്തിയത് രാത്രി 10:50. ഞാൻ തലശ്ശേരിയിലാണ് ഇറങ്ങിയത്. കണ്ണൂരാന്ന് പൊതുവേ ഇറങ്ങാറ്. എൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ കണ്ണൂർ ഇറങ്ങണം. അപ്പോൾ അവിടെ എത്തി. ട്രെയിനിൽ ചെറിയ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. ട്രെയിനിൽ നമ്മൾ കഴിക്കാൻ കൊണ്ടുപോയ ഫുഡ് എന്ന് പറഞ്ഞത് തേങ്ങാ ചമ്മന്തിയും ചിക്കൻ ഫ്രൈയും പിന്നെ വെളുത്തുള്ളിയും തക്കാളിയും ഇട്ടിട്ടുള്ളൊരു വെള്ളമൊന്നും ഒഴിക്കാത്തൊരു കറിയും പിന്നെ കുക്കുംബറും. ഒരുപാടൊന്നും കൊണ്ടില്ല, കാരണം കുട്ടികളൊന്നും ഇല്ലല്ലോ നമ്മളെ കൂടെ. നമ്മൾ 2 ലേഡീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വേഗം തന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. കാരണം ചൂട് കാരണം പിന്നെ ഫുഡെല്ലാം ചീത്തയായി പോവില്ലേ, അതുകൊണ്ട്. ഇത് മഡ്ഗാവിലെത്തിയവരെടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ 24 മണിക്കൂർ തന്നെ പറയുക ട്രെയിനിലിരുന്നത്. നമ്മളെ ടിക്കറ്റ് അതുവരെ കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തലേന്നാന്ന് കൺഫേം ആയത്. ഇല്ലെങ്കിൽ പോകുന്നില്ല, ക്യാൻസലാക്കാമെന്നൊക്കെ വിചാരിച്ചതേനു. അങ്ങനെ വീഡിയോസും അങ്ങനെ കുറേയൊന്നും നാട്ടിലത് എടുത്തിട്ടില്ല. ചെറിയ ചെറിയ വീഡിയോസേ എടുത്തിട്ടുള്ളൂ, അങ്ങും ഇങ്ങെല്ലാം ഉള്ളത്. ഇതൊക്കെ ട്രെയിനിൽ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ്. കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ക്ലിപ്പ്, ഇയറിങ്സ്, ബാഗുകൾ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ചൂടിനൊക്കെ. പിന്നെ തലശ്ശേരിയിൽ പിന്നെ എൻ്റെ ആങ്ങള വരും എന്നെ അവിടെ കൂട്ടാൻ വേണ്ടിയിട്ട്. അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ഉമ്മ ഇല്ല. എൻ്റെ ഉമ്മ ഉള്ള സമയത്ത് ഞാൻ കണ്ണൂരായിരുന്നു പോവാറ്. കണ്ണൂർ ഇറങ്ങിയിട്ട് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഉമ്മാൻ്റെ വീട് പൂട്ടിയിട്ടിട്ടാണ്. അപ്പം അനിയത്തി എവിടെയുള്ള അവിടെയാണ് നമ്മൾ പോകുന്നത്. അനിയത്തി തലശ്ശേരിയില്ല, കൂത്തുപറമ്പ്. അപ്പം അങ്ങനെ നാടെല്ലാം എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടേനും.
നല്ല രസമുണ്ടായിരുന്നു ആ സണ്ണ് കാണാനേ. അങ്ങനെ അതൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി ഇശാ നിസ്കാരമെല്ലാം കഴിഞ്ഞ ശേഷം ഫുഡ് കഴിക്കാനിരുന്നിട്ടേനുള്ളത്. ബിരിയാണി, നാട്ടിലെ ബിരിയാണി, കുറേ നാളിൻ്റെ ശേഷം നാട്ടിലെ ബിരിയാണി കഴിച്ചതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ അവിടെ സ്റ്റെപ്പുമ്മൽ ഇരുന്നേരം അവിടെ ഒരു പൂച്ച ഉണ്ട് കേട്ടോ, ടൈഗർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വണ്ട് വന്നിട്ടുണ്ടേനു വീട്ടിൻ്റെ ഉള്ളിൽ. ആ വണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതങ്ങേ സൈഡിലോട്ട് പോയി. അവൻ്റെ വിചാരം ജനലിൻ്റെ മേലെ തന്നെ ഉണ്ട് എന്നാ. അങ്ങനെ മസിലെല്ലാം സൽമാൻ ഖാൻ്റെ പോലെ മസിലൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ച് അവൻ വണ്ടിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ